റോമർക്കെതിരെ ലേഖനം 8-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സൃഷ്ടി പോലും മനുഷ്യർ ദൈവപുത്രന്മാർ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നത് കാണുവാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, എന്താ അയലത്തുകാരൻ മാത്രമല്ല, നിങ്ങൾ ദൈവപുത്രന്മാരായിട്ട് ജീവിക്കുന്നത് കാണാൻ സൃഷ്ടി പോലും കാത്തിരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന പ്ലാവും നിങ്ങളുടെ പറമ്പിൽ നിൽക്കുന്ന മാവും നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താ ഈ പ്ലാവേല് ചക്ക ഉണ്ടാകാത്തതെന്ന് നിങ്ങൾ പലപ്പോഴും ആലോചിച്ചു വേണം. എടാ, ഇത്രയും വർഷമായല്ലോ ഈ പ്ലാവേലൊരു ചക്കയില്ലല്ലോ, എന്താ അതിന് കാരണം ചക്ക ഉണ്ടാകാത്തത്? നിങ്ങളാകേണ്ടതുപോലെ ആയിട്ടില്ല. നിങ്ങളാകേണ്ടതുപോലെ ആയാൽ നിനക്കുള്ള എല്ലാ വൃക്ഷങ്ങളും വേണ്ടതുപോലെ ഫലം തരും. ഇന്ന് കിണറ്റിൽ വെള്ളമില്ലെന്ന് പറഞ്ഞ് അതേ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാകേണ്ടതുപോലെ ആയാൽ ദൈവത്തിന്റെ പുത്രനാണ് ഞാനെന്ന് നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ തിരികെ വീട്ടിൽ ചെല്ലുമ്പോൾ കിണറിൽ വെള്ളം വന്നിരിക്കും. എന്റെ രോഗം മാറുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളാകേണ്ടതായ നിങ്ങളുടെ രോഗത്തിന്റെ കെട്ടുകൾ അഴിയും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയാണെങ്കിൽ നിങ്ങളാകേണ്ടതുപോലെ ആയാൽ അതേ ആ സമാധാനം തിരിച്ചു വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയും. നിങ്ങളുടെ മേലുള്ള രോഗത്തിന്റെ കെട്ടുകൾ അഴിയും. നിങ്ങളുടെ ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും.